ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി അതിലെ 34-ാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ്. അശ്ശക്കു വത്വഹാറത്തു, ശുദ്ധിയും സംശയവും. അതിലൊന്നാമത്തത് അലിഫ് അശ്ശക്കു ഫിൽ മാ, ഈ വെള്ളത്തെ കുറിച്ചുള്ള സംശയമാണ് ചർച്ചാ വിഷയം. ലൗ ശക്ക ഫീ തഗയ്യുരി മാഇൻ, ഒരാള് സംശയിച്ചു. ലൗ ശക്ക, സംശയിച്ചാൽ. ഫീ തഗയ്യുരി മാഇൻ, വെള്ളം പകർച്ചയാകുന്നതിനെ കുറിച്ച് സംശയിച്ചാൽ. ഹൽ ഹുവ ഖലീലുൻ, അത് കുറഞ്ഞതാണോ, ഔ കസീറുൻ, അല്ലെങ്കിൽ കൂടുതലുള്ളതാണോ എന്ന് സംശയിച്ചാൽ. കുറഞ്ഞത് 2 കുല്ലത്തിന് താഴെ, കസീർ എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തോ അതിലധികമോ ഉള്ളത്. അല്ലെങ്കിൽ ഔഫു മുഗയ്യിരിൽ മായി, വെള്ളം പകർച്ചയാക്കുന്ന വസ്തുവിനെ കുറിച്ച് സംശയിച്ചു. എന്താണ്? ഹൽ ഹുവ മുഖാലിത്തുൻ ഔ മുജാവിറുൻ, ഈ പകർച്ചയാക്കിയ വസ്തു അത് മുഖാലിത്താണോ മുജാവിറാണോ? ഹൽ ഹുവ മുഖാലിത്തുൻ, അത് മുഖാലിത്താണോ ഔ മുജാവിറാണോ? മുഖാലിത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ചേരുന്നത്. മുജാവിർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ നിൽക്കുന്നത്. ഇപ്പൊ ഒരു കൊള്ളി കഷ്ണമൊക്കെ വെള്ളത്തിൽ വീണാൽ അത് വേറെ തന്നെ നിൽക്കുമല്ലോ. ഒരു അരിപ്പൊടി വെള്ളത്തിൽ വീണാൽ അതിൽ ചേരുമല്ലോ. അപ്പൊ അത് അരിപ്പൊടി മുഖാലിത്താണ്, വടി മുജാവിറാണ്. അപ്പോ ഈ വെള്ളം പകർച്ചയാക്കിയ വസ്തു മുഖാലിത്താണോ മുജാവിറാണോ എന്ന് സംശയിച്ചാൽ. ഔ ഫീ മാഇൻ, അല്ലെങ്കിൽ ഒരു വെള്ളത്തെ കുറിച്ച് സംശയിച്ചു. വഖഅ ഫീഹി നജസുൻ, നജസ് അതിൽ വീണിട്ടുണ്ട്. ലം യുഗയ്യിറുഹു, ആ നജസ് ആ വെള്ളത്തെ പകർച്ചയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വെള്ളത്തെ കുറിച്ച് എന്താണ് സംശയം? അബലവ കുല്ലത്തൈനി, 2 കുല്ലത്തെത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ. അംല, ഇല്ലേ. ഫൽ മാഉ ബാഖിൻ അലാ തുഹൂരിയത്തിഹി, ഇവിടെയെല്ലാം ആ വെള്ളം ബാഖിൻ അവശേഷിക്കുന്നു, അല തുഹൂരിയത്തിഹി, തുഹൂറാണ് എന്നതിന്റെ പേരിൽ അവശേഷിക്കുന്നു. കാരണം എന്താണ്? ഇവിടെയൊക്കെ ഇന്നഹാ മുതയഖനത്തുൻ, ശുദ്ധി ഉറപ്പുള്ളതാണ്. വസബബു ജവാലിഹ, അത് നീങ്ങാനുള്ള കാരണം മഷ്കൂക്കും ഫീഹി, സംശയമാണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം അത് ശുദ്ധിയാണ്. ഒന്നാമത്തത് എന്താണ് ഇതിൽ പറഞ്ഞത്? ഒന്നാമത്തത് വെള്ളം പകർച്ചയാകുന്നയിടത്ത് പൊതുവെ ആ പകർച്ചയാകാതിരിക്കുക എന്നുള്ളതാണ് അസുല്. അപ്പൊ പകർച്ചയാകുന്നയിടത്ത് അത് എന്താണ്, കുറച്ചാണോ കൂടുതലാണോ എന്ന് സംശയിച്ചാൽ അവിടെ ശുദ്ധിയാണ് ഉറപ്പുള്ളത്, നജസ് ഉറപ്പില്ല. രണ്ടാമത്തെ അടുത്ത് മുഖാലിത്താണോ മുജാവിറാണോ? മുഖാലിത്താണെങ്കിൽ അത് എന്താണ്, മുത്തഗയ്യിറാണ്, പകർച്ചയായതാണ്, അത് പറ്റൂല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ മുഖാലിത്താണോ മുജാവിറാണോ? അവിടെ മുജാവിറാണ് അസുല്. അപ്പൊ പകർച്ചയാകുന്നതിനെ കുറിച്ച് ഉറപ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് ഉറപ്പുള്ളത് സ്വീകരിക്കുക. പിന്നെന്താണ് രണ്ടാമത്തത്? 2 കുല്ലത്ത് എത്തിയ വെള്ളം നജസ് വീണ് പകർച്ചയായിട്ടില്ല. അപ്പൊ പകർച്ചയാകാത്തൊരു വെള്ളം അത് പിന്നെ പകർച്ചയാകാത്തത് കൊണ്ട് അത് അസുലി നജസാണ്. അപ്പൊ പിന്നെ അത് അസുല് ശുദ്ധിയാണ്. അതുകൊണ്ട് അതിന് നജസായിട്ടുണ്ടോ എന്നത് നജസ് ഉറപ്പായാലേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അതിലും മറ്റും സംശയം നോക്കേണ്ടതുള്ളൂ. ഇനി അടുത്ത അതിന്റെ ബാക്കി വിഷയം, വലൗത്ത യഖന, ഒരാൾ ഉറപ്പിച്ചു. കസ്റത്ത തഗയ്യുരി, തഗയ്യുർ കൂടുതലുണ്ട് എന്ന് ഉറപ്പിച്ചു. ശക്ക ഫി സവാലിഹ, അത് നീങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്നാൽ ഫൽമാഉ ഗൈറു തുഹൂരിൻ, അവിടെ തുഹൂറല്ല, അവിടെ വെള്ളം തുഹൂറല്ല. കാരണം അവിടെ പകർച്ചയായി എന്ന് ഉറപ്പാണ്. മറ്റേ ശുദ്ധിയാകണമെങ്കിൽ പകർച്ച നീങ്ങണം, പകർച്ച നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടില്ല. അപ്പൊ അത് തുഹൂറല്ല, എന്താണ്, മുതഗയ്യിറാണ്. അപ്പൊ അത് മുസ്തഅമലാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? അൽ ബാഉ അശ്ശക്കു ഫിൽ വുളൂഇ, വുളൂഇനെ കുറിച്ചുള്ള സംശയം. എന്തൊക്കെയാണ്? ലൗ ശക്കൽ മുതവല്ലി, വുളു എടുക്കുന്ന ഒരാൾ സംശയിച്ചാൽ. അത്നാ വുളൂഇഹി, വുളുവിന്റെ ഇടയിൽ. ഫിൻ നിയ്യത്തി, നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ. ഇസ്തനഫൽ വുളൂഅ, വുളു തലക്കെന്ന് തുടങ്ങണം. ഔ ശക്ക, അല്ലെങ്കിൽ ഒരാൾ സംശയിച്ചാൽ ഖബ്ലൽ ഫറാഗി, വുളു കഴിയുന്നതിന്റെ മുമ്പ്, മിൻ വുളുവിൻ, ഒരു അവയവം കഴിയുന്നതിന്റെ മുമ്പ് സംശയിച്ചു. ഫിസ്തിആബിഹി, ആ അവയവം മുഴുവൻ കഴിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ. ഔ ആദദി ഗസ്ലാത്തിഹി, അല്ലെങ്കിൽ കൈകളിന്റെ എണ്ണത്തെ കുറിച്ച് സംശയിച്ചു. ഇപ്പൊ കൈയാണ് ഉദാഹരണം. ആ കൈ 3 വട്ടം കഴിയിട്ടുണ്ടോ 2 വട്ടാണോ സംശയം. എന്നാൽ അഖദ ബിൽ യഖീൻ, 2 ഉറപ്പല്ലേ, ആ ഉറപ്പിൽ പിടിക്കുക. വുജൂബൻ, നിർബന്ധമായിട്ട്. ഫിൽ വാജിബി, നിർബന്ധമായ കാര്യങ്ങളിൽ. വനദ്ബൻ,
സുന്നത്തായിട്ട് ഫിൽ മന്ദൂബി സുന്നത്തായ കാര്യം. ഇപ്പൊ സുന്നത്താണ് 2-3 വട്ടം കഴുകാന്നുള്ള സുന്നത്താണ്. അപ്പോ രണ്ടുറപ്പുള്ളതിൽ പിടിച്ചിട്ട് ഒന്നും കൂടെ കഴുകാന്നുള്ള സുന്നത്താണ്. അതേസമയത്ത് ഇത്രയാണ് കഴുകിയത്, ഇപ്പൊ ഒരു കഴുകൽ നിർബന്ധമാണ്, അപ്പൊ അതിൽ ഇത്രയാണ് കഴുകിയതെന്ന് ഉറപ്പുണ്ട്, ഇത്ര ഉറപ്പില്ല, എന്നാൽ ഈ ഉറപ്പുള്ളത് പിടിച്ചിട്ട് ബാക്കിയും കൂടെ കഴുകൽ നിർബന്ധമാണ്. അപ്പൊ വാജിബൻ ഫിൽ വുജൂബൻ ഫിൽ വാജിബി വനദബൻ ഫിൽ മന്ദൂബി. ഔഷക്ക് അല്ലെങ്കിൽ ഒരാൾ സംശയിച്ചു ബഅദൽ ഫറാഗി മിൻഹു, വുളുവിന് ശേഷം അവയവം കഴിഞ്ഞതിന് ശേഷം സംശയിച്ചു, ഫി അഹദിഹിമാ, ആ അവയവം പൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ എണ്ണത്തിൽ സംശയിച്ചു, ഫലാ യുഅത്തിറു, അവിടെ പ്രശ്നമില്ല. ഔഫി അസ്ലി വസ്ലിഹി, കൈകിയിട്ടുണ്ടോ എന്നാണ് സംശയം, എന്നാൽ ലസിമഹു ഇആദതുഹു, അവിടെ മടക്കൽ നിർബന്ധമാണ്. വകദാ മാ ബഅദഹു, അതിന്റെ ശേഷമുള്ളതും കൂടെ മടക്കണം. ഇപ്പോ കഴുകിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമായാൽ കൈയും കഴുകണം, പിന്നെ തല തടവണം, ബാക്കിയൊക്കെ അതിന് ശേഷമുള്ളത് ചെയ്യണം. ഇആദതുഹു വകദാ മാ ബഅദഹു, ശേഷമുള്ളതും കൂടെ മടക്കണം. അമ്മ ശക്കു ഫീ ശൈഇൻ മിൻഹാ ബഅദൽ ഫറാഗി മിനൽ വുളൂഇ ഫലാ യുഅസ്സിറു. അമ്മ ശക്കു, ഇപ്പോ സംശയം, ഫീ ശൈഇൻ മിൻഹാ, ഇവകളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ബഅദൽ ഫറാഗി മിനൽ വുളൂഇ, വുളൂ കഴിഞ്ഞതിന് ശേഷം സംശയിച്ചാൽ ഫലാ യുഅസ്സിറു, അത് പ്രശ്നമല്ല. വുളൂ കഴിഞ്ഞിട്ട് വുളൂയിലെ ഏതെങ്കിലും ഒരു അവയവം കഴുകിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് പ്രശ്നമില്ല. ഇനി 3ഉം 4ഉം കാര്യമാണ്, ജീമും ദാലുമാണ് ഇനി നമുക്കിതിൽ പറയാൻ അവശേഷിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ഭാഗമായിട്ട് ചർച്ച ചെയ്യലായിരിക്കും സൗകര്യം എന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംശയത്തിന്റെ മാനദണ്ഡം ഉറപ്പുള്ളത് സ്വീകരിക്കുക, സംശയമുള്ളതിനെ ഉറപ്പിലേക്ക് മടക്കുക. ഏതാണോ ഉറപ്പ് അത് സ്വീകരിക്കുക, ആ ഉറപ്പിൽ ഒതുങ്ങി നിൽക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ആണ് ഇതിൽ പറഞ്ഞത്. സംശയം, ബാക്കി കൂടുതൽ സംശയങ്ങളൊക്കെ ഉള്ളവര് ഇത്തരം വിഷയമൊക്കെ ലൈവ് സെഷനുകൾ വരുമ്പോൾ അതിൽ ചോദിക്കുക. അതുപോലെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഗ്രൂപ്പിൽ സംശയമൊക്കെ ചോദിച്ച് തീർക്കുക. ഇൻഷാ അല്ലാഹ് ആ ലൈവ് ക്ലാസ് ആവശ്യം വരുന്ന സമയങ്ങളിൽ ലൈവ് ക്ലാസ് തന്നെയും തന്നിട്ട് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. എപ്പോഴും പഠനം എന്ന ലക്ഷ്യത്തോടെയുള്ള ആ ഒരു കേൾവിയും അതുപോലെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ, അങ്ങനെയൊക്കെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് ജോലി ചെയ്യുമ്പോൾ ഒരു കുറഞ്ഞ സമയം ഇൽമിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതൊരു വലിയൊരു തൗഫീഖാണ്. അപ്പോ അങ്ങനെ ആകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏറെ ഫത്ഹ് തരും, ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ബറക്കത്തൊക്കെ അള്ളാഹു ചെയ്യിച്ചു തരും. അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മുടെ ഈ ചെലവഴിക്കുന്ന സമയം കബൂൽ ചെയ്യുമാറാകട്ടെ. എപ്പോഴും നല്ലൊരു മുതഅല്ലിമായി ജീവിച്ച് മുതഅല്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.